ഞാനുണ്ടാ നോക്ക്. അളിയാ എന്റെയും തുളസിയുടെ ഒരു സംഭവമായിരിക്കും. നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ മൊത്തം വിളിക്കണം. എല്ലാവർക്കും ഒരാഴ്ചത്തെ ട്രീറ്റ് അടിച്ച് പൊളിക്കണം നമുക്ക്. നീ ഒന്ന് ഡീസന്റ് ആവ്. തുളസി ഇപ്പം വരും. തുളസി വരട്ടെ, അതിനെന്താ ഞാൻ തലയെ കുത്തിയിരിക്കണോ? ഹലോ തുളസി, ഐ ലവ് യു തുളസി, ഐ ലവ് യു മൈ ഡിയർ തുളസി, ഐ ലവ് യു. എന്തൊരു കോലാടേത്? ആഘോഷ തുളസി, നമ്മുടെ ലവ് സക്സസ് ആയതിന്റെ ട്രീറ്റ്. നീയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം. ഇവക്കൊരു ബിയർ കൊടുക്ക. എന്താടോ ഇത്? ഇങ്ങനെ മൂക്കുമുട്ട മദ്യപിച്ചിട്ടാണോ ആഘോഷിക്കുന്നത്? കണ്ടോ കണ്ടോ, ദേഷ്യം വരുമ്പോഴേ തുളസി തുളസിക്കതിരെ പോലെ സുന്ദരിയാ. ഇവൻ ഇത്രയും ഫിറ്റ് ആവുന്നവരെ നിങ്ങൾ നോക്കി നിന്നല്ലോ. കഷ്ടം. ഈ അവസ്ഥയിൽ ഇവനെ ഞാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? ഞാൻ എവിടേക്കും പോവില്ല. ആദ്യം നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോ. അവിടെ നല്ല ചൂരലിന്റെ ലാത്തി കാണും. അതും കൊണ്ട് തല്ലി വാങ്ങിക്കാതെ എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിക്കും. അയ്യോ തുളസി, ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. പിന്നെ ഇവിടെ കിടത്താനോ? അതെ, ഇന്ന് ഇവനെ തുളസിയുടെ വീട്ടിൽ കിടത്തിയിട്ട് നാളെ കേട്ടിറങ്ങിട്ട് വീട്ടിൽ. അതെ, അതായിരിക്കും നല്ലത്. അതെ, ശരിയാ. അതല്ല നല്ലത്, അവിടെ അങ്കിളുണ്ട്. അങ്കിള് കണ്ട പ്രശ്നമാ. അങ്കിള് കാണട്ടെ. മകളെ കെട്ടാൻ പോകുന്നവന്റെ തനി നിറം. നിങ്ങൾ ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. എന്നിട്ട് എന്റെ സ്കൂട്ടറിന്റെ പിന്നാലെ കേറാതി. എനിക്ക് ആദ്യേട്ടനെ വിവാഹം കഴിക്കാൻ പേടിയാ. എന്നെ കൊല്ലം ആദ്യേട്ടൻ. നീ ആദിയുടെ കൂടെ ജീവിക്കും. ഇനി എന്നെ മോഹിപ്പിക്കണ്ട. ഞാൻ നിന്നെ പറഞ്ഞു മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മോഹം സഫലമാകാൻ ഈ ദുർഗാന്റി എന്തും ചെയ്യും. നീ വിഷമിക്കണ്ട. ഇവിടെ നടക്കാൻ പോകുന്നത് വിവാഹമായിരിക്കില്ല, യുദ്ധമായിരിക്കും. യുദ്ധത്തിൽ തോറ്റ ചരിത്രം ദുർഗയ്ക്കില്ല. ദുർഗേശ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെന്തായിരിക്കും? ആദ്യേട്ടൻ എന്നെ കൊല്ലാൻ വേണ്ടി ദുർഗാന്റിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇടി, ആദ്യം നീയും തമ്മിലുള്ള വിവാഹം നടത്തിത്തരാൻ വേണ്ടിയാ ദുർഗേച്ച് ശ്രമിക്കുന്നത്. നീ അതിനിടയില് എനിക്ക് ആദ്യേട്ടനെ വേണ്ട, ആദ്യേട്ടൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കിയാലേ നീ ഒഴിഞ്ഞു പോവേ ഉള്ളൂ. അവൻ സന്തോഷിക്കട്ടെ. എന്തായാലും അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ. അതൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. തീർത്ത് പറയുക തന്നെ ചെയ്യും. ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹത്തിന് ദുർഗ പോലും എതിരല്ല. അവളായിരുന്നല്ലോ അവർക്കിടയിലുള്ള ഒരേ ഒരു തടസ്സം. കാണാൻ പോകുന്ന തടസ്സം പറഞ്ഞറിയിക്കണ്ടല്ലോ. നീ എന്താ ഓരോന്ന് പിറുപിറുക്കുന്നത്? അല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ രുക്മിണിയമ്മേ? അതെ, അവരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് ദൈവനിശ്ചയമാണ്. പക്ഷേ ദുർഗേച്ചി എന്ത് നിശ്ചയിച്ചു നീ ഇപ്പോഴും ഉറപ്പില്ല. അവള് സമ്മതിച്ചാണല്ലോ. പിന്നെന്താ നിനക്കൊരു സംശയം? എന്റെ സംശയങ്ങളൊന്നും തെറ്റാറില്ലെന്ന് ഞാൻ പറയാറില്ലേ? പറയാറുണ്ട്, പക്ഷെ തെറ്റാറുമുണ്ട്. എന്താ ഒരു തർക്കം? ഏയ്, തർക്കമൊന്നുമില്ല. അമ്മ മരുന്ന് കഴിച്ചോ? കഴിച്ചു മോളെ. സമയം ഒരുപാടായല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ? ആദ്യം വന്നില്ലല്ലോ. ഇങ്ങനെയാണ് അവന്റെ പോക്കെങ്കിൽ പുറത്തൊരു പായ എടുത്തു വെച്ച് നമുക്ക് വാതിലടച്ച് കിടക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അത് അവനോട് തന്നെ ചോദിച്ചു നോക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, അതൊക്കെ പോട്ടെ. ആദിയുടെയും തുളസിയുടെയും ജാതകപ്പുറത്ത് നോക്കണം. അതെ, എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. വിവാഹത്തിന് നല്ലൊരു ദിവസവും നിശ്ചയിക്കാൻ ജോത്സ്യരോട് പറയണം. അതെ, ജയന്റെയും പ്രിയയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം പെണ്ണിന്റെ വീട്ടിൽ വെച്ച് വിവാഹം. അതാ എന്റെ ഇഷ്ടം. അത് തന്നെയാവും ജയനും പ്രിയയ്ക്കും ഇഷ്ടം. അവർക്ക് ആകെയുള്ളൊരു മകളല്ലേ? നമുക്ക് ആകെയുള്ള മകനും. അതുകൊണ്ട് പിഴവുകളൊന്നും പറ്റാൻ പാടില്ല. ബ്രഹ്മശ്രീ രാജവർമ്മയെ കൊണ്ട് തന്നെ ജാതകം നോക്കിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഞാനിവിടെ? നീ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? ഞാനിങ്ങനെ ഇവിടെ എത്തി? ഇന്നലെ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ?
വിശ്വാസായില്ലേ? ഞാൻ ഇന്നലെ കല്യാണം കഴിഞ്ഞപ്പോഴേ നിനക്കൊരു നിർബന്ധം, ഫസ്റ്റ് നൈറ്റ് തുളസിയുടെ വീട്ടിൽ തന്നെ ആവണമെന്ന്. ആ പിന്നെ നിന്റെ ഒരു അന്ത്യാഭിലാഷം അല്ലേന്ന് കരുതി നമ്മൾ ഇങ്ങോട്ട് പോന്നു. എന്ത് പറ്റി? ഒരു നിരാശ അതോ കുറ്റബോധോ? സോറി. ഞാൻ എന്തായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ്? ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ പാവമല്ലേ, വല്ലപ്പോഴുള്ള സന്തോഷമല്ലേ എന്ന് കരുതിയിട്ടാ. ഇല്ലെങ്കിൽ മേടിച്ചതിന്റെ നാഭി ഞാൻ കളിക്കാനെ. സോറി തുളസി. ഞാൻ സോറിയൊക്കെ നീ നിന്റെ ആന്റിയോട് പോയി പറഞ്ഞാ മതി. ആ പാവത്തിനെ വെറുതെ കരയിപ്പിച്ചില്ലേ നീ? അയ്യോ, ഇന്നലെ ആന്റി അറിഞ്ഞു ഞാൻ കഴിച്ചത്. ഇല്ല, നിവർന്ന് നിൽക്കാനാവാതെ 4 കാലിൽ എഴഞ്ഞു വന്ന നിന്നെ ഈ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. ഒന്നും വേണ്ടിയിരുന്നില്ല, നാണം കിട്ടും. അത് ഇപ്പോഴല്ല തോന്നേണ്ടിയിരുന്നെ. ഫ്രണ്ട്സിനൊപ്പം മൂക്കറ്റം കുടിക്കുമ്പോ ചിന്തിക്കണമായിരുന്നു. നീ നിന്റെ സന്തോഷം പങ്കുവെച്ചതാണെന്ന് അറിയാഞ്ഞിട്ടല്ല. എടോ, ഒരു രസത്തിനെല്ലാം ആവാം. ഓവറായാലേ ദേ ഇതുപോലെ നാണം കിടേണ്ടി വരും. ആദ്യം ചായ കുടിച്ചോ? ഇല്ല, കുടിക്ക്. ആ കെട്ടി ശരിക്കൊന്ന് ഇറങ്ങട്ടെ. അങ്കിളെ സോറി. എന്തിന്? ഞാൻ ഇന്നലെ ആദ്യം ചായ കുടിക്കും. അങ്കിളെ അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചതല്ല. ആദ്യം ഇന്നലെ ഭക്ഷണം ഒന്നും കഴിച്ചു കാണില്ല. എന്താ കഴിക്കാൻ ഉണ്ടാക്കിയത്? പുട്ടും കടലയും ഉണ്ടച്ചാ. എനിക്കൊന്നും വേണ്ട. അത് ശരിയാവില്ല. ഭക്ഷണം കഴിക്കാതെ നിന്റെ ആന്റി നിന്നെ വിടില്ല. ആന്റി വരുന്നതിന് മുമ്പേ ഞാൻ പോട്ടെ. അത് പറ്റില്ല. ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹപ്പൊരുത്തം നോക്കാൻ മഹാജ്യോതിഷി വരാമെന്ന് സമ്മതിച്ചു. അതിന്റെ സന്തോഷാവും എന്റെ മുഖത്ത്. മനസ്സിന്റെ സന്തോഷം മുഖത്ത് പ്രകടമാവുമല്ലോ. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കണ്ണാടിയിൽ നോക്കുമ്പോ മറ്റെന്തൊക്കെയാ കാണുന്നത്? ദുർഗേച്ചി എന്നീന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. തോന്നലാണ്. അല്ല, കുറച്ചു ദിവസങ്ങളായി എന്നൊരു അന്യെ പോലെ ദുർഗേച്ചി കാണുന്നു. അത് നിന്റെ തോന്നലാണ്. അല്ല, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണോ? നീ ആരോട് എന്തു പറയാൻ? ദുർഗേച്ചി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ വലിയ രഹസ്യം. എന്റെ മനസ്സിൽ ഒരു രഹസ്യമില്ല. ഫുൾ ഇമേജ് തകർന്നതുപോലെയാ ആദ്യം ഇവിടുന്ന് പോയത്. പിന്നെ നിന്റെ മാമൻ വിളിച്ചിരുന്നു. അയ്യോ, മാമൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ആ പാവത്തിനെ ഒരുപാട് ഉപദേശിച്ചു കാണും. അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിന്റെ ദുർഗാമ്മ ജ്യോതിഷ പണ്ഡിതനെ കാണാൻ പോകുന്ന വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ. ദുർഗാമ്മ ഇപ്പോഴെന്തിനാ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്? നിന്റെയും ആദിയുടെയും ജാതകപ്പൊരുത്തം നോക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ. ദുർഗാമ്മയുടെ കൂടെ മാമൻ പോകുന്നില്ലേ? ഇല്ല, പ്രസയ്ക്ക് ഡ്യൂട്ടിയുണ്ട്. മാമനും കൂടെ പോവായിരുന്നു. ഞാനും അത് ആലോചിക്കാത്തതല്ല. ദുർഗേച്ചി ആ ജ്യോതിഷിയുമായി ചേർന്ന് എന്തെങ്കിലും കുനിഷ്ടൊപ്പിക്കുമോ എന്നൊരു പേടി. രേച്ചാ, എന്റെ അമ്മായിയമ്മ ആവാൻ പോകുന്ന ആളെ കുറിച്ച് കുറ്റം പറഞ്ഞാണ്ടല്ലോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എന്നാലേ ശരിയായ കാര്യം ഞാൻ പറഞ്ഞുതരാം. ദുർഗാമ്മ തനിച്ചാണ് ബ്രഹ്മശ്രീ രാജവർമ്മയെ കാണാൻ പോകുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്ന് വ്യക്തമല്ലേ? അതൊന്നും ഉണ്ടാവില്ല. ഞാനൊരു തമാശ പറഞ്ഞതാണ്. ദുർഗേച്ചിക്ക് എത്രയും പെട്ടെന്ന് ആദ്യയുടെ വിവാഹം നടന്നു കാണണം. അതിനുള്ള തിടുക്കം മാത്രമായത്. ആ, നമുക്ക് നോക്കാം. എന്തായാലും ദുർഗാമ്മ ജോത്സ്യരെ കണ്ടിട്ട് വരട്ടെ. ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം. സ്ക്രീനിലോ? അല്ല, ദേവമംഗലത്ത്. ഇപ്പൊ തന്നെ നിന്റെയും തുളസിയുടെയും ജാതകപ്പൊരുത്തം നോക്കുന്നതിനും തിരുമേനിയെ കാണാൻ പോകുന്നതും എല്ലാവരെയും ക്ഷണിക്കുന്നതും ഒക്കെ ദുർഗയാ. അറിയാച്ചാ. എടാ, ആ അമ്മയെ നീ ഒരിക്കലും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ശ്രമിക്കരുത്. വീണ്ടും അച്ഛൻ അത് തന്നെ പറയല്ലേ. ഇനി ഇത് ആവർത്തിക്കില്ല. അതിനെന്തിനാ കണ്ണു നിറയുന്ന?
നീ ഹാപ്പി അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എടാ, നിന്റെ സന്തോഷം അതാണ് ഞങ്ങളുടെ സന്തോഷം. എടാ, നീ ഒരുപാട് സ്നേഹിക്കുന്ന പെണ്ണുമായിട്ടുള്ള വിവാഹത്തിന് പൊരുത്തം നോക്കുന്ന ദിവസമായിരുന്നു. അതിന്റെ ഒരു സന്തോഷവും മുഖത്ത് കാണുന്നില്ലല്ലോ. അത് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അതിന്റെ ഹാങ് ഓവറാ. ആ, അതോ ഇന്നലത്തെ തന്നെ ഹാങ് ഓവറോ? പോച്ച കളിയാക്കത്തെ. എടാ, അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അച്ഛൻ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതിയ. അത് വിട്. അതെ, നീ അയ്യോ പെട്ടെന്ന് റെഡിയാവാൻ നോക്കൂ കേട്ടോ. അച്ഛാ, എന്താടാ? തുളസിയുടെ എന്റെയും ജാതകത്തില് പൊരുത്തക്കേടൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലല്ലേ? ലൊല്ലുലൊല്ലേ അച്ഛാ, അപ്പോ അതാണ് ഈ മുഖത്തെ മ്ലാനത. ആ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷനുണ്ട്. തിരുമേനി അന്ന് നിന്റെ ജാതകം നോക്കാതെ തന്നെ പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്റെ വിവാഹം ഉടനെ ഉണ്ടാവും, വധു ആവാൻ പോകുന്നത് ബന്ധത്തിൽ തന്നെ പെട്ട കുട്ടിയായിരിക്കും, ആ കുട്ടിയുടെ സാന്നിധ്യം ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ. എടാ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ പൊരുത്തം. അതിനപ്പുറം നീ എന്തിനാ പേടിക്കുന്നത്? ജാതകം കാണാതെ തന്നെ ഗണിക്കാൻ കഴിവുള്ള തിരുമേനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നീയും തുളസിയും തമ്മിലുള്ള വിവാഹം അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇങ്ങനെയാണ് കല്യാണ പെണ്ണ് ഒരുങ്ങുന്നേ? ഓ പിന്നെ, ഞാൻ അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അല്ല, മുടിയെന്താ ഇങ്ങനെ കിട്ടിയിരിക്കുന്നേ? ഇതൊക്കെ മതി അച്ഛാ. ദൂരൊന്നും അല്ലല്ലോ, തൊട്ടടുത്ത വീട്ടിലേക്കല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വിവാഹം തീരുമാനിക്കുന്ന ചടങ്ങ ഇന്ന്. എന്നാ പിന്നെ ഒരു മണവാട്ടിയെ പോലും ഒരുക്കിത്താ. കുറച്ച് മുല്ലപ്പൂവും കുറെ സ്വർണ്ണാഭരണങ്ങളും പട്ടുസാരിയും എല്ലാം ആയിക്കോട്ടെ. എന്താ അങ്ങനെ തന്നെ വേണം പോവാൻ? അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഓ, നീ ഇങ്ങോട്ട് അടങ്ങിയിരുന്നേ. എനിക്കവിടെ നീ ഇതുവരെ റെഡി ആയിട്ടില്ലേ? ഞാൻ എന്തിനാ റെഡി ആവണം? എന്റെ ജാതകമൊന്നല്ലല്ലോ നോക്കുന്നത്. ദേ, ദുർഗേച്ചിയുടെ മനസ്സേ ഒരു കടല. അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനും പറയാനും കഴിയില്ല. കടലില് മീനല്ലേ ഉള്ളത്? അത് നിനക്ക്. പക്ഷേ കടലിൽ നമ്മൾ ഇതുവരെ കാണാത്ത പലതും ഉണ്ട്. വെയിലാണോ? എന്നുവെച്ചാ തിമിംഗലല്ലേ? തിമിങ്കലൊന്നുമില്ല. ഇത് അതുക്കും അപ്പുറമാ. അതുകൊണ്ട് നീ വേഗം റെഡിയാവാൻ നോക്കിയേ. വേണ്ട സുലു ആന്റി, എന്തിനാ എന്നെ പിന്നെയും കൊതിപ്പിക്കുന്നത്? ചിലപ്പോ തുളസിയുടെ ജാതകപ്പൊരുത്തം നടത്തുന്നതിന് പകരം ആദിയും ആതിരയും തമ്മിലുള്ള ജാതകപ്പൊരുത്തമാവും ഇവിടെ നടക്കുക. അതാ പറഞ്ഞത്, ദുർഗേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അതപ്പോ മാത്രമേ പുറത്തെടുക്കുകയുള്ളൂ. അപ്പൊ എന്റെ ജാതകം പുറത്തെടുക്കോ ദുർഗാന്റി? എടുക്കും. ദുർഗേച്ചിയുടെ മനസ്സറിയാവുന്ന ഒരേ ഒരാളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അതാരാ? ഈ ഞാൻ തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആതിരയും ആദിയും തമ്മിലുള്ള ജാതകപ്പൊരുത്തമായിരിക്കും. അതുകൊണ്ട് വൈകാതെ ഒരുങ്ങി ഇറങ്ങാൻ നോക്കി. ഈ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല സുന്ദരിയായിട്ട് വേണം അങ്ങോട്ട് വരാൻ. കുട്ടികളുടെ പേരും നക്ഷത്രവും പറയാ. ആദിത്യൻ പൂരം നക്ഷത്രം. കൃഷ്ണ തുളസി പൂരം നക്ഷത്രം. രണ്ടുപേരും ഒരേ ദിവസം ഒരേ നക്ഷത്രം. അയ്യോ തിരുമേനി, അത് ദോഷമല്ലേ? ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷം തന്നെയാണ്. ധനനഷ്ടം, മാനനഷ്ടം, അകാല മൃത്യു എല്ലാം സംഭവിക്കാം.
പക്ഷേ പണ്ഡിത മതപ്രകാരം ചില നക്ഷത്രങ്ങളുടെ കൂടിച്ചേരലുകൾ വളരെ ഫലപ്രദമാണ് താനും. പൂരം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും കുഴപ്പം? ആദ്യം രണ്ടുപേരുടെയും ജാതകങ്ങൾ കാണട്ടെ. ജനിച്ച സമയം കൂടി നോക്കിയാലേ കൃത്യമായി പറയാൻ പറ്റൂ. ജാതകങ്ങൾ തരൂ. ആൺകുട്ടിയുടെ ജാതകം അവന്റെ അമ്മയും പെൺകുട്ടിയുടെ ജാതകം അവളുടെ അമ്മയും ഏൽപ്പിക്കണം. കൊടുക്ക. ജാതകം മാറിയല്ലോ. ഇത് പെൺകുട്ടിയുടെ ജാതകമാണ്. പെൺകുട്ടിയുടെ അമ്മ തന്നെയാ ജാതകം കൈമാറിയിരിക്കുന്നത്. കുഴപ്പമില്ല. ആദിയുടെ ജാതകം എവിടെ? മൂർത്തിത്വേ പരികൽപ്പിത ശശപ്രതോ വർദ്ധ്മാ പുനർജന്മനഃ ആത്മേ മഹേശ്വര സന്നിധിയിൽ ഉഗ്രവ്രതം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണല്ലോ തുളസി. അതെ, എന്റെ അസുഖം ഭേദമാവാൻ വേണ്ടി അവള് തൃക്കോട്ടൂർ അമ്പലത്തില് ഭജന ഇരുന്നിരുന്നു. അതിന്റെ ഫലം നല്ലപോലെ കാണുന്നുമുണ്ട്. എന്നുവെച്ചാ ഉമാമഹേശ്വരന്മാർ തുളസിയെ കനിഞ്ഞരളിയിരിക്കുന്നു. അപ്പോ ദോഷമൊന്നും? ആ ഒരു കാരണം മാത്രം മതി തുളസിയുടെയും ആദിയുടെയും ജീവിതം ധന്യമാവാൻ. ദുർഗയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീയും ആദിയും തമ്മിലുള്ള ജാതകപ്പൊരുത്തം നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡേറ്റ് കുറിച്ചു തരാൻ പറയണം. ആദിത്യനും ആതിരേ അവരുടെ വിവാഹം നടക്കുമെന്ന് ഉറപ്പായാൽ ദുർഗയ്ക്ക് ഞാൻ ഒരു സമ്മാനം കൊടുക്കും. എന്ത് സമ്മാനം മാമ സർ? വില പിടിപ്പുള്ള ഒരു സമ്മാനം. എന്നിട്ട് വേണം ആ തുളസി ഇവിടുന്ന് നാട് കടത്താൻ. അവൾ ഇപ്പൊ തന്നെ നാട് വിടാൻ തയ്യാറാവുന്നതാവും നല്ലത്. അവൾ ഇപ്പൊ തന്നെ ആദ്യേട്ടനെ മാരി ചെയ്ത പോലെ നിക്കുന്ന. അത് അവളുടെ അവസാനത്തെ നിപ്പാണെന്ന് അധികം താമസിയാതെ മനസ്സിലാവും. നിനക്ക്
പേടി തോന്നുന്നുണ്ടോ? എന്തിന്? ആ, എന്തെങ്കിലും കാരണം പറഞ്ഞ് തിരുമേനി നമ്മുടെ വിവാഹം മുടക്കുമെന്ന്. അതിലെനിക്ക് പേടിയല്ല തോന്നുന്നത്. പിന്നെ നിന്നെ കൊണ്ട് ആതിരയെ കെട്ടിക്കും. അതാ ഉണ്ടാവാൻ പോകുന്നത്. ഹേയ്, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കും. അതാ നടക്കാൻ പോകുന്നത്. ദുർഗാമ്മ പിന്നെ എന്തിനാ മംഗളാപ്പച്ചി ക്ഷണിച്ചു വരുത്തിയത്? അത് ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ മംഗളാപ്പച്ചി ഇന്നിവിടെ വന്നത് നമ്മുടെ വിവാഹം മംഗളമാക്കി തരാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാണല്ലോ. ഇനി വേണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നീ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. എന്താ? ആതിര അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നു. പുതിയ ഡ്രസ്സ്, നെക്ലസ് എല്ലാം ഉണ്ട്. എന്തിനായിരിക്കും നമ്മുടെ ജാതക പൊരുത്തം നോക്കുന്നിടത്തേക്ക് ആതിര അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന് നിർത്തിയത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തോ കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കാൻ എഞ്ചിനീയറിംഗ് പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. നോക്കിക്കോ, ദുർഗാമ്മയും ജ്യോതിഷ ബ്രഹ്മരക്ഷസും പുറത്തേക്ക് വരുന്നത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരിക്കും. ആദിത്യനും തുളസിയുമായുള്ള വിവാഹം നടക്കില്ല. പകരം ആദിത്യന് ആതിരയെ വിവാഹം കഴിക്കട്ടെ. അതൊരിക്കലും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, ആരുടെയൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും, ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഈ വാക്ക് മാത്രം മതി എനിക്ക്. നീ വിഷമിക്കണ്ട. നമ്മുടെ വിവാഹം തീർച്ചയായും നടക്കുമെന്ന് ജ്യോതിഷി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് ഒരിക്കലും മാറ്റി പറയില്ല. അതെനിക്ക് ഉറപ്പാ. മാമസേ, ഇതുവരെ കഴിഞ്ഞില്ലേ തിരുമേനിയുടെ രഹസ്യം പറിച്ചില്? അത് വെറും രഹസ്യം ആയിരിക്കില്ല, ഒരു കൂടിയാലോചനയായിരിക്കും. തുളസിയെ ഒഴിവാക്കി നിന്നെ മരുമകളാക്കാനുള്ള ആലോചന. ഇവിടെ താലി കെട്ടാൻ കഴുത്ത് നീട്ടി നിൽക്കുന്നവരല്ല ആമയെ പോലെ അത് ഉള്ളിലേക്ക് വലിക്കുന്നതാവും നല്ലത്. രഹസ്യമെന്ന് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആദിത്യന്റെയും തുളസിയുടെയും മുഖം വാടിയല്ലോ. അത് തീർച്ചയായും വാടാനുള്ളതാണല്ലോ. തിരുമേനി ഇറങ്ങായോ? അതെ, ജാതകം നോക്കി പൊരുത്തം പറഞ്ഞു. 10-ൽ 10 പൊരുത്തം. വിവാഹ തീയതിയും മുഹൂർത്തവും തീരുമാനിക്കാൻ ബാക്കി കിടക്കുന്നു. അത് ദുർഗയും പ്രസാദും ജയനും എല്ലാരും കൂടി തീരുമാനിക്കട്ടെ.